ശ്രീജിത്ത് പണിക്കർ 7:30 പോകും എന്നുള്ളത് കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കറിലേക്ക് വരുന്നത്. ഈ പാർട്ടിക്കൊരു വശമുണ്ടല്ലോ, അതായത് ഈ ബിഷപ്പിനെ കളിയാക്കിയപ്പോഴും അല്ലാതെ മോശം വാക്കുകൾ പറഞ്ഞപ്പോഴുമൊക്കെ പിണറായി അപ്പോൾ തന്നെ പാർട്ടി കൂടെയുണ്ടെന്ന് പറഞ്ഞൊരു സെക്രട്ടറി അവർക്കുണ്ട്. അതായത് പിണറായിക്കെതിരായ ശബ്ദങ്ങൾ എവിടെ ഉയർന്നു തുടങ്ങുന്നുവോ അതിനെ മുളയിലേ നുള്ളിക്കളയുന്ന എം വി ഗോവിന്ദൻ. ഈ ജനത്തിന് ദാസനായ പിണറായി വിജയൻ പാർട്ടിക്ക് ദാസനാകുന്നത് എന്നായിരിക്കും? അല്ല, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു രീതി അനുസരിച്ച് അവരുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. വ്യക്തി ആരാധന പാടില്ല എന്നുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് കേരളത്തിലും ഒരു വലിയൊരളവ് വരെ, ഒരു കാലം വരെ അത് നടത്തിയിരുന്നതാണ്. പക്ഷെ പിന്നീട് വ്യക്തി ആരാധനയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അന്ന് വിമർശിച്ചിരുന്ന ആൾ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് CPM-കാർ തന്നെ പല ഘടകങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. ആ സമയത്തൊന്നും തന്നെ അദ്ദേഹത്തിനെ ഒരു ദാസനായിട്ടായിരുന്നില്ല ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഈ പാർട്ടിയുടെ കീർത്തി ഈ ലോകമെങ്ങും എത്തിക്കുന്ന കാരണഭൂതനാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സൂര്യനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ വരാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. അദ്ദേഹം ജൈവ ബുദ്ധിജീവിയാണ് എന്ന രീതിയിലത്തേക്ക് ഒരു മന്ത്രി പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ കിട്ടുമോ ആ വിശേഷണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും പരസ്യമായിട്ട് ഇത് വേണ്ട എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. രഹസ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ആരും അതിന് മുതിരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിലുള്ള ആൾക്കാരെങ്കിലും. അപ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടാകാം. എന്തായാലും ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്ന ഈ കേവലം പ്രശംസാ പുകഴ്ത്തൽ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ ന്യായമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് CPM-ന്റെ ഒരു മെഷീനറി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനാണെങ്കിലും ശ്രീ AK ബാലനാണെങ്കിലും ഒക്കെ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ന്യായീകരിക്കാനാകാത്ത വിഷയങ്ങളുണ്ട്, ഇൻഡിഫെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെ പോലും ന്യായീകരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് EP-യെ ബലിയാടാക്കിയിട്ടാണെങ്കിലും പിണറായിയെ രക്ഷിക്കുക, അതാണ് ഒരു പോളിസി. അതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലെ CPM-ന്റെ വലിയ ആവർത്തിച്ചുള്ള പരാജയം വരുമ്പോൾ അതിന്റെ വിശദീകരണ യോഗങ്ങളൊക്കെ, അവലോകന യോഗങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പല ഘടകങ്ങളിൽ, ജില്ലാ ഘടകങ്ങളിലായിക്കോട്ടെ സംസ്ഥാന ഘടകത്തിലായിക്കോട്ടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലോക്സഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോഴും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഈ വോട്ട് ചെയ്തിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണല്ലോ ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത്, ഇത് നമ്മുടെ സർക്കാരിന്റെ വിലയിരുത്തലൊന്നുമല്ല, ഇത് കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും പരാജയത്തിന് കാരണമാണ് എന്ന് വിലയിരുത്തേണ്ടതും കേന്ദ്ര വിഷയങ്ങളായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു വിഷയവുമായിരുന്നില്ല പറഞ്ഞത്. നേരെ മറിച്ച് ഇവിടെയുള്ള ജില്ലാ ഘടകങ്ങളിലാണെങ്കിലും സംസ്ഥാന ഘടകത്തിലാണെങ്കിലും ചർച്ച ചെയ്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അത് കൃത്യസമയത്ത് പെൻഷൻ നൽകാതിരുന്നത് കൊണ്ട്, അതിൽ വിശദീകരണം കൃത്യമായിട്ട് നൽകാത്തത് കൊണ്ട്, കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പണം കിട്ടാത്തത് എന്നതിനെപ്പറ്റി വിശദീകരിക്കാത്തത് കൊണ്ട്, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആൾക്കാരിലേക്ക് നമ്മൾ ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള പല കൺക്ലൂഷനുകളും വന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശൈലി മാറ്റണോ? വേണ്ട. പിണറായി വിജയന്റെ കുറ്റമുണ്ടോ? ഇല്ല. അദ്ദേഹം എന്തെങ്കിലും രീതിയിലുള്ള സ്വയം വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതാണ് ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യാത്മക ഭൗതിക വാദകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വാദം പോലുമല്ല. കാരണം നമ്മൾ ഒരു വേള കണ്ടതാണ്, ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ അഭിമുഖം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ആത്മപരിശോധന നടത്തണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഏത് ഭാഷയിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് കേട്ടിരുന്ന മാധ്യമപ്രവർത്തകനെ എതിർത്തില്ല എന്ന് തന്നെയല്ല, അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോകുന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തെ ആ വാക്കുകൾ ഒരുപക്ഷെ അതേ വഴിക്ക് അതെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട്. അതായത് ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. തിരുത്തണം എന്നാണ് പറയുന്നത്. ഇത് ആര് തിരുത്തും? ശ്രീ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇത് നമ്മൾ തിരുത്തും എന്നാണ്. പക്ഷെ മുഖ്യമന്ത്രിയാണോ തിരുത്തുന്നത്? അല്ല. ഗോവിന്ദൻ മാഷാണോ തിരുത്തുന്നത്? അല്ല. AK ബാലനാണോ തിരുത്തുന്നത്? അല്ല. പിന്നെ ആരാ തിരുത്തുക? ഈ താഴെ തട്ടിലുള്ള ആൾക്കാരാണോ തിരുത്തുക? അവർക്ക് ആത്മാർത്ഥതയുണ്ട്. പക്ഷെ അവരെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, ഇപ്പൊ ഈ പല ആൾക്കാരും പറയുന്നത് പോലെ അവർ പാർട്ടിയെ തിരുത്തി കഴിഞ്ഞു. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്.
ഡോക്ടർ ആ സെബാസ്റ്റ്യൻ രീതിയിലുള്ള ഒരു വിഷയമുണ്ട്. ആ